സദൃശ്യവാക്യം 13 അധ്യായം 2 വചനം. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും. ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ ശക്തിയുള്ള വചനമാണ് ദൈവത്തിൻ്റെ വചനം. ആ വചനത്തിൽ നിന്നാണ് നമ്മൾ വായിച്ച് കേട്ടത്. മനുഷ്യൻ്റെ ജീവിതത്തെ ഉയർത്തുകയും തകർക്കുകയും ചെയ്യുന്ന ഏറ്റവും ശക്തമായ ആയുധം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അവൻ പറയുന്ന വാക്കുകൾ എന്നായിരിക്കും. ശരീരത്തിലെ ഏറ്റവും ചെറിയ ഒരു അവയവമായ നാവിന് മനുഷ്യൻ്റെ ഭാവിയെ രൂപാന്തരപ്പെടുത്തുവാനുള്ള ശക്തിയുണ്ടെന്ന് തിരിച്ചറിയുക. ഒരു മനുഷ്യൻ തൻ്റെ വായുടെ ഫലത്താലാണ് നന്മ അനുഭവിക്കുന്നത്. മനുഷ്യൻ പറയുന്ന വാക്കുകൾ അത് വെറും ശബ്ദം മാത്രമല്ല. കർഷകൻ മണ്ണിൽ വിത്ത് വിതയ്ക്കുന്നത് പോലെ നാം പറയുന്ന ഓരോ വാക്കുകളും വിത്തുകൾ പോലെയാണ്. വിതയ്ക്കുന്ന വിത്ത് മുളച്ച് വരുന്നത് പോലെ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ തിരികെ നമ്മുടെ ജീവിതത്തിൽ നന്മയായോ തിന്മയായോ കടന്നു വരും എന്നുള്ളതാണ് സത്യം. നാം പറയുന്ന വാക്കുകൾ നന്മ നിറഞ്ഞതാണെങ്കിൽ അതിൻ്റെ ഫലം നാം അനുഭവിക്കും. ദുഷ്ടതയുടെ വാക്കുകൾ ആകുന്നു നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരുന്നതെങ്കിൽ നാശത്തിൻ്റെ ഫലമായിരിക്കും നാം അനുഭവിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഹൃദയം എപ്രകാരം ഉള്ളതാണെന്ന് മനസ്സിലാക്കുവാൻ അവൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കുകളിൽ ആശ്വാസത്തിൻ്റെ സ്പർശനമുണ്ടാകും. ഒരു വ്യക്തിയുടെ ഹൃദയം അസൂയ കൊണ്ട് നിറഞ്ഞ ഹൃദയമാണെങ്കിൽ അവൻ്റെ വാക്കുകളിൽ മുഴുവൻ വിഷം ആയിരിക്കും, കൊല്ലുന്ന വിഷം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വാ പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കരുത്. അത് തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കുവാൻ തീർച്ചയായിട്ടും ഇടയാകണം. കരയുന്ന ഒരു കുഞ്ഞിന് അതിൻ്റെ അമ്മയുടെ ആശ്വാസവാക്കുകൾ വലിയ പ്രയോജനമായിട്ട് മാറുന്നു. ഒരധ്യാപകൻ തൻ്റെ കുട്ടികളോട് പറയുന്ന പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ അവനിൽ ആത്മവിശ്വാസത്തെ നിറയ്ക്കുന്നു. ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരുവനോട് പറയുന്ന കരുതലിൻ്റെ വാക്കുകൾ അവൻ്റെ ജീവിതത്തെ തിരികെ കൊണ്ടുവരുവാൻ ശക്തിയുള്ളതാണ്. കാരാഗ്രഹ പ്രമാണി വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ പൗലൂസ് പറഞ്ഞത്, നീ നിനക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്നുള്ളതായിരുന്നു. ആശ്വാസത്തിൻ്റെ വാക്കുകൾ. കോപത്തിൽ പറഞ്ഞ വാക്കുകൾ ബന്ധങ്ങളെ തകർത്തിട്ടില്ലേ? അപമാനിക്കുവാൻ വേണ്ടി പറഞ്ഞ വാക്കുകൾ പലരുടെയും ആത്മാവിനെ മുറിവേൽപ്പിച്ചിട്ടില്ലേ? അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ജാഗ്രത ആവശ്യമുണ്ട്. നമ്മൾ വായിച്ച തിരുവെഴുത്തിൽ ഇങ്ങനെ കാണുന്നു, വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും. നല്ല വാക്കുകൾ നല്ല ഫലം നൽകുന്നു. നന്ദിയോടെ നാം സംസാരിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവർക്ക് സമാധാനമാണ് ഫലമായിട്ട് ലഭിക്കുന്നത്. ചില ആളുകളുടെ സാന്നിധ്യം പോലും സന്തോഷം നൽകുന്നതിൻ്റെ കാരണം അവരുടെ വാക്കുകൾ ആശ്വാസം പകരുന്നതാണ് എന്നുള്ളതിനാലാണ്. അവരുടെ വാക്കുകൾ മറ്റുള്ളവരെ ഉയർത്തുന്നതാണ്, തകർക്കുന്നതല്ല. വായിൽ നിന്ന് പുറപ്പെടുന്നത് ശാപവാക്കുകൾ അല്ല, അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ്. ഇത് നമുക്ക് എങ്ങനെ പ്രായോഗികമാക്കുവാൻ കഴിയും? ഒരു വീട്ടിൽ ഭർത്താവും ഭാര്യയും പരസ്പര ബഹുമാനത്തോടെ സംസാരിക്കുമ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന ഫലമാണ് സമാധാനം. മാതാപിതാക്കൾ കുട്ടികളോട് സ്നേഹത്തോടെയും കരുതലോടെയും സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലമാണ്, കുട്ടികളിലുണ്ടാകുന്ന ഫലമാണ് സുരക്ഷിതത്വ ബോധം. വിശ്വാസികൾ
സഭയിൽ പരസ്പരം സ്നേഹത്തോടും ഐക്യത്തോടും ബഹുമാനത്തോടും സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലമാണ് ഐക്യത. വാക്കുകൾ മറ്റുള്ളവരെ പണിയുന്ന കല്ലുകൾ പോലെയാകണം, തകർക്കുന്ന ആയുധങ്ങളായിട്ട് ഒരിക്കലും മാറരുത്. വചനം പറയുന്നു, വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും. നല്ലത് സംസാരിക്കുവാൻ നമുക്ക് കഴിയണം. ആശ്വാസവാക്കുകൾ, പ്രോത്സാഹന വാക്കുകൾ, കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും വാക്കുകൾ, സ്നേഹത്തിൽ കുതിർന്ന വാക്കുകൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടണം. ശപിക്കുന്ന, പ്രാകുന്ന, കൊല്ലുന്ന, വെല്ലുവിളിക്കുന്ന, ആത്മാവിനെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ നാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകൾ അതികഠിനമാണെന്ന് തിരിച്ചറിയണം. മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നുവെന്നാണ്. നാം പറയുന്ന വാക്കുകൾ മൃദുവായതാണോ അതോ കഠിനമായതാണോ? ഇന്ന് നാം നന്മ അനുഭവിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ വാക്കുകൾ, നാവിൻ്റെ ഫലം ആകുന്നു. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളും തിന്മകളും വന്നു ഭവിക്കുന്നതെങ്കിൽ അതും നാവിൻ്റെ ഫലമാണ്. നാവിൻ്റെ തുമ്പിൽ ജീവനും മരണവും ഇരിക്കുന്നത് കൊണ്ട് വാക്കുകളെ ശ്രദ്ധയോടെ നമുക്ക് ഉപയോഗിക്കാം. പരിശുദ്ധനെ, ഞങ്ങൾക്ക് ലഭിച്ച അങ്ങയുടെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും മറ്റുള്ളവരെ ഉയർത്തുന്നതാകട്ടെ. ആരെയും തകർക്കുന്ന വാക്കുകൾ പറയാതിരിപ്പാൻ കൃപ തരണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. സദൃശ്യമാക്കി